അപ്പൊ ഗൈസ് രാവിലെ തന്നെ നീച്ച് പുറത്തേക്ക് നോക്കുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. എന്താപ്പാ കണ്ണാടി നോക്കിക്കണേ, ഇനി പെണ്ണെട്ടാൻ പുതിയാവുണ്ടോ? ഇല്ലല്ല, വെട്ടി കൊണ്ട് തന്നെ കുടുങ്ങി. ഇനിയിപ്പോ അതൊന്നും വേണ്ട. കെട്ടിട്ട് തന്നെ കുടുങ്ങിക്കണോ? പിന്നെന്താ കണ്ണാടി വെക്കണ്? അത് സേവ് ചെയ്യാനായിക്കണോ നോക്കിയതാ. സേവ് ചെയ്യാനായോ നോക്കിയതാ. ഗൈസ് അപ്പൊ ഞാൻ കൂടുതലൊന്നും വല്യപ്പനോട് ചോദിക്കാൻ നിന്നില്ല, കാരണം വല്യപ്പ എന്നെ സങ്കടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ വിചാരിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് വയനാടുള്ള എന്റെ ചെങ്ങായി ഫെറിയും വിളിക്കണത്. ഓനവിടെ ഒരു പുതിയ റിസോർട്ട് തുടങ്ങിക്കണല്ലോ. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേന് നല്ല ഇരുട്ടായിക്കണം. പിന്നെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട്. ഇനി ഇതിന്റെ ഉള്ളിലുള്ള സെറ്റപ്പ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കയറുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം ഇന്റീരിയർ വർക്കാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഒരു 8 ആൾക്കാർ വന്നാലും നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കിടില ആംബിയൻസിൽ നല്ലൊരു ഔട്ട്ഡോർ കിച്ചണും ഉണ്ട്. ഇനി നിങ്ങൾക്ക് ബീഫോ ചിക്കനോ ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഊഞ്ഞാലും ഇങ്ങനത്തെ ടൈപ്പ് തൊട്ടിലും ക്യാരം ബോർഡ്, ചെസ്, പ്രൊജക്ടറും ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റും ആംബിയൻസും ആണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഫെറിന്റെ അമ്മ ഈ കാണുന്ന ഫുഡ് നമുക്ക് ഉണ്ടാക്കി തന്നെ. അതൊക്കെ കഴിച്ച് രാവിലെ നീച്ചപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. നമ്മൾ നിന്ന ചുറ്റിനും കോട അറിഞ്ഞെടുക്കണം. അത് മാത്രമല്ല പെരും തണുപ്പും. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വൈത്തിരിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് പാരീസ് പെൻ പറഞ്ഞ പേജും കൈ ഗാർഡൻ പറഞ്ഞ പേജും ഫോളോ ചെയ്തിട്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇവർക്ക് നല്ലൊരു പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പൊ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പോയി നോക്കിട്ടോ.